ഹേ ഗായ്സ്, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് 2025 മോഡൽ NS200 ആണ്. കുറച്ച് ഫിസിക്കൽ പരമായിട്ടും എൻജിൻ സൈഡിൽ നിന്നൊക്കെ കുറച്ച് ചെറിയ ചെറിയ വ്യത്യാസം കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോൾ പുതിയ NS200 ബജാജ് ഇറക്കിയിട്ടുള്ളത് കേട്ടോ. സോ ഫസ്റ്റ്ലി നമുക്ക് ഹെഡിൽ നിന്ന് തന്നെ തുടങ്ങാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓണാക്കി കാണിച്ചു തരാം. ഇതാണ് നമ്മളെ LED ലൈറ്റ് വരുന്നത് കേട്ടോ. ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു മിന്നൽ രീതിക്കുള്ളൊരു LED DRL കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് നമുക്ക് നോർമലായിട്ടുള്ള ലോവർ ബീം വരുന്നത്, താഴെ ഹൈ ബീമും വരുന്നുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സെറ്റപ്പാണ് ഫ്രണ്ടിൽ കൊടുത്തേക്കുന്നത്. നമ്മൾ പാസ് അടിക്കുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പാസ് സ്വിച്ച് വരുന്നത്. മൊത്തത്തിലുള്ളൊരു LED എല്ലാ ലൈറ്റും കത്തുന്ന രീതിക്കാണ് പാസ് സ്വിച്ച് വരുന്നത്. ലൈറ്റ് ഓൺ ചെയ്യാനായിട്ടൊരു സ്പെഷ്യലായിട്ടൊരു സ്വിച്ച് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെനിക്ക് നന്നായിട്ട് തോന്നി. കാരണം ഇപ്പോഴത്തെ പുതിയ വണ്ടികൾക്കൊക്കെ എപ്പോഴും ലൈറ്റ് ഓണായിട്ടായിരിക്കും എപ്പോഴും കിടക്കുന്നത്. അത് കുറച്ചൊന്ന് ചിലപ്പോൾ ബാറ്ററി ഡൗൺ ആകാം, പെട്ടെന്ന് ബാറ്ററി ഡൗൺ ആകാം എന്നൊക്കെ ചെറിയ ചാൻസ് ഉണ്ട്. പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇത് മഡ്ഗാർഡ് കണ്ട ചെറിയൊരു കാർബൺ ഫൈബർ ഫിനിഷ് ചെറിയ രീതിക്ക് കൊടുത്തിട്ടുണ്ട്. ഒറിജിനൽ കാർബൺ ഫൈബറൊന്നും അല്ല, ചെറിയൊരു സ്റ്റിക്കറിങ് വർക്കാണ് മഡ്ഗാർഡ് ചെയ്തിട്ടുള്ളത്. താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 300 mm ഒരു ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടയറൊക്കെ ഏകദേശം ഓക്കെയാണ്, കുഴപ്പമില്ല. പക്ഷേ ചെറിയ സൈസാണ് കേട്ടോ. നമുക്ക് 100 സെക്ഷനാണ് ഫ്രണ്ട് സൈഡ് വരുന്നത്. ഫ്രണ്ട് ഓക്കെയാണ് വീണ്ടും, പക്ഷേ ബാക്ക് 130 വരുന്നുള്ളൂ കേട്ടോ. അത് കുറച്ചൊന്ന് നമുക്ക് കോർണർ ചെയ്യണ സമയത്തൊക്കെ ചെറിയ ഫീലിലുള്ളൊരു ലാഞ്ചർ, ഒരു സൈഡിലേക്കൊരു വലിപ്പവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും കേട്ടോ. കണ്ട ഇത്രയേ ഉള്ളൂ ടയർ സൈസ് എന്ന് പറയുന്നത്. അത് ചെറിയൊരു കുഴപ്പമാണ്. പിന്നെ നമുക്ക് ബാക്കിൽ നമുക്ക് സ്വിംഗാമിലാണ് നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കാര്യം വരുന്നത്. ഇത് ഇപ്പോഴും പണ്ടത്തെ ആ ഒരു NSന്ന് ഫോർവേഡ് ചെയ്ത് കൊണ്ടുവരുന്നൊരു സാധനമാണ് കേട്ടോ ഇത്. പിന്നെ ബാക്ക് സൈഡിൽ ഒരു മോണോ സസ്പെൻഷനാണ് വരുന്നത്. ഇത് പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് ബാക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പൾസറിൻ്റെ തനതായിട്ടുള്ള ബാക്ക് LED ലൈറ്റ് തന്നെയാണ് ഇപ്പോഴും കൊടുത്തേക്കുന്നത്. പിന്നെ NS200 ഐക്കോണിക് ആയിട്ടുള്ള ഒരു ടെയിൽ ടൈഡിയുമാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ പഴയതിൽ നിന്ന് കുറച്ചും കൂടെ നീളം കൂടിയിട്ടുള്ള രീതിക്കാണ് ടെയിൽ ടൈഡി ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ടെയിൽ ടൈഡി വാങ്ങിച്ച് പല വണ്ടിക്കും ഇപ്പോൾ ആൾക്കാർ ഫിറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് MTക്കും എമയുടെ വണ്ടികൾക്ക് ഒരു ഇഷ്ടം പോലെ ആൾക്കാർ ഈ ടെയിൽ ടൈഡി വാങ്ങിച്ച് ഫിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എപ്പോഴും കൊടുത്തേക്കുന്ന പോലെ ഒരു ഗ്രാബ് റെയിൽ കൊടുത്തിട്ടുണ്ട്. ഗ്രാബ് റെയിലിൻ്റെ നീളവും ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗിയർ ലിവറിലേക്ക് വരുവാണ് എന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഗിയർ ലിവർ കുറച്ച് ലെങ്തിയാണ് കേട്ടോ. ഷോർട്ടായിട്ടുള്ള ലെഗുള്ള ആൾക്കാർക്കൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും. എൻ്റെ ഈ ഭാഗത്താണ് ഗിയർ ലിവർ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വരുന്നത് കേട്ടോ. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ക്രിസ്പായിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ്. കുഴപ്പമില്ല, ഭയങ്കര ഹാർഡും ഭയങ്കര സ്മൂത്തും അങ്ങനെ പറയാൻ പറ്റത്തില്ല. കുഴപ്പമില്ല, സ്മൂത്താണ്. ചെറിയ ടക്ക് 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 ശബ്ദം കേൾക്കുന്നുണ്ട് ഗിയർ മാറ്റുമ്പോൾ, പക്ഷേ ഓക്കെയാണ്, സ്മൂത്താണ്. പിന്നെ നമുക്ക് സീറ്റിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല കംഫി ആയിട്ടുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തേക്കുന്നത്. പില്ലിനും അതുപോലെ തന്നെ റൈഡറിനും അത്യാവശ്യം കംഫി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ഡോമിനാറിൻ്റെ അത്രയും ഹാർഡല്ല ഈ സീറ്റ്. നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം. ജസ്റ്റ് ഞാനൊരു വിരലുകൊണ്ട് അമർത്തുമ്പോൾ കണ്ട അകത്തേക്ക് പോകുന്നത്. അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ദൂരെ യാത്രയ്ക്കൊക്കെ പോകാനായിട്ട് അത്യാവശ്യം കംഫർട്ടബിൾ ആയിരിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് മീറ്റർ ഒന്ന് കാണിച്ചു തരാം. ഒരു നെഗറ്റീവ് LCD ഡിസ്പ്ലേ ആണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അതിൻ്റെ അകത്ത് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, ട്രിപ്പ് A ട്രിപ്പ് B, അതുപോലെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ടേൺ ബൈ ടേൺ നാവിഗേഷനും ഫോൺ കണക്ട് ചെയ്ത് ഇതിൻ്റെ ആപ്പുണ്ട് കേട്ടോ. പൾസറിൻ്റെ ആപ്പുണ്ട്. അതിൻ്റെ അകത്ത് എൻജിൻ്റെ നമ്പറും ഒക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കും കേട്ടോ. SMS ആര് ഫോൺ വിളിച്ച് അങ്ങനെയൊക്കെ. ഇവിടെ കേട്ടോ ഒരു ബട്ടണുണ്ട്. ഇത് നമുക്ക് ഫോൺ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കോൾ എടുക്കാനും കട്ട് ചെയ്യാനൊക്കെ സാധിക്കും. പിന്നെ ഇൻഡിക്കേറ്റർ സ്വിച്ച് ഉണ്ടോ, കുറച്ചൊന്ന് വ്യത്യാസമായിട്ടാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ മേളിലാണ് ഓഫ് ചെയ്യുന്നത് കണ്ടോ. ലെഫ്റ്റോട്ട് ഇൻഡിക്കേറ്റർ ഇടുന്നു, ഈ ചെറിയ സുനയെ പിടിച്ച് ഓഫ് ചെയ്യുന്നു. പിന്നെ ഹോണ് ഉണ്ടോ, ഇങ്ങനത്തെ ഒരു ഹോണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻജിൻ ഗിൽ സ്വിച്ച് വരുന്നുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ലൈറ്റിൻ്റെ സ്വിച്ച് വരുന്നത്. ഇത് എൻജിൻ സ്റ്റാർട്ടിൻ്റെ സ്വിച്ചാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ചാർജിങ് സോക്കറ്റ് പൾസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ കേട്ടോ. അത്യാവശ്യം വെള്ളം കയറാത്ത രീതിയിലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫിസിക്കലായിട്ട് വണ്ടിയുടെ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. ഇനി നമുക്ക് എൻജിൻ സൈഡിലേക്ക് വരാം. ഈ എൻജിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 199cc 4 സ്ട്രോക്ക് ലിക്വിഡ് കൂൾഡ്
ട്രിപ്പിൾ സ്പാർക്ക് എഞ്ചിനാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് NS200 വരുന്നത്. DTS എന്ന് കൊടുത്തേക്കുന്നത് ട്രിപ്പിൾ സ്പാർക്കിനെ സൂചിപ്പിക്കുന്നതാണ്. ഇവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്, മേളിലൊരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്, അപ്പുറത്തെ സൈഡിലൊരു സ്പാർക്ക് പ്ലഗ് ഉണ്ട്. സ്പാർക്ക് പ്ലഗ് ഉണ്ട് കേട്ടോ. ഇതെന്തിനാണ് ഇങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല ഈസി കമ്പഷനും അതുപോലെ തന്നെ ടോട്ടൽ റെസ്പോൺസ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഫ്യൂൽ എഫിഷ്യൻസിക്കും വേണ്ടിയിട്ടാണ് ട്രിപ്പിൾ സ്പാർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ പുതിയ ഡോമിനാറിലൊക്കെ അവർ ട്രിപ്പിൾ സ്പാർക്ക് മാറ്റിയിട്ട് നമുക്ക് സിംഗിൾ സ്പാർക്കായിട്ടാണ് ഇപ്പോൾ കൊടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് എക്സോസ്റ്റ് വരുന്നത് അണ്ടർബെല്ലി എക്സോസ്റ്റ് ആണ് കേട്ടോ. ഇത് കാരണം നിങ്ങൾ പേടിക്കേണ്ട, അത്യാവശ്യം വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി ഒക്കെ ഉള്ള വണ്ടിയാണ്. നിങ്ങൾ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിച്ചു തരാം. ഫ്യൂൽ എജെക്ഷൻ്റെ ശബ്ദം കേട്ടോ. ഇതാണ് ഇപ്പോൾ ഐഡിയൽ എക്സോസ്റ്റ് നോട്ടിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒന്ന് റബ് ചെയ്ത് കാണിച്ചു തരാം. പുതിയ വണ്ടിയാണിത്, അതുകൊണ്ട് ഒരുപാട് നമ്മൾ കട്ട് ഓഫ് ചെയ്യും വരെ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നില്ല. സോ നമുക്കിനി എന്തായാലും വണ്ടി ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഒന്ന് നമുക്ക് നോർമലായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കണ്ടില്ലേ, നോർമലായിട്ടാണ് ഷിഫ്റ്റ് ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് പവർ പിക്കപ്പ് ആവുന്നുണ്ട്. ഇതിൻ്റെ പവറിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇതിൻ്റെ പില്ലിനിരിക്കുമ്പം അങ്ങനെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ത്രോട്ടൽ റെസ്പോൺസ് നമുക്ക് തോന്നത്തില്ല കേട്ടോ. ത്രോട്ടൽ റെസ്പോൺസ് തോന്നും, പക്ഷേ നമുക്ക് അത്രയും പവർ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. പക്ഷെ നമ്മൾ സിംഗിളായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പവർ നമുക്ക് ഇതിന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന ഒരു ഫീൽ നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല. പക്ഷേ നമ്മളെ പഴയ ജനറേഷൻ ഉണ്ടല്ലേ, 5th ഗിയറിലാണ് ഞാൻ ത്രോട്ടൽ കൊടുത്തത്. അത് റെസ്പോൺസ് ചെയ്യുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. പവറിൻ്റെ കാര്യത്തിൽ ഓക്കെയാണ് കേട്ടോ വണ്ടി. പിന്നെ ഈ കോർണർ ചെയ്യുമ്പോൾ ഉള്ള കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാക്ക് ടയർ 130 ആയതുകൊണ്ട് തന്നെ ചെറിയൊരു നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ ഒന്ന് കുറയും കേട്ടോ. അത് കുറച്ചും കൂടെ ഒരു 140 സ്റ്റാൻഡേർഡായിട്ട് എല്ലാ വണ്ടിക്കും കൊടുക്കാമായിരുന്നു. പൾസർ ഇപ്പോൾ RS-ലായാലും ഇപ്പോൾ NS-ലായാലും F250 ആയാലും N250 ഒക്കെ ആയാലും അതിൻ്റെ അകത്തൊക്കെ 130 സെക്ഷനാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം പവർ കൂടിയ വണ്ടികൾക്ക് അത്യാവശ്യം ബിഗർ സൈസ് ഓഫ് ടയർ കൊടുത്തിരുന്നെങ്കിൽ നന്നായെന്ന് തോന്നി. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ മിററാണ്. അപ്പോൾ കാണാനും വലിയ സുഖമൊന്നുമില്ലാത്തൊരു മിററാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. നമുക്ക് വ്യൂ ആയാലും നമുക്ക് വണ്ടി അടുത്തുണ്ടോ എന്നുള്ള കാര്യം, ബാക്കിലുള്ള വണ്ടി അടുത്തായോ ദൂരെയാണോ നിൽക്കുന്നതെന്നൊക്കെ നമുക്കൊരു ചെറിയൊരു കൺഫ്യൂഷൻ വരും കേട്ടോ ഇതിൻ്റെ മിറേഴ്സിൽ. പിന്നെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ നേരത്തെ പോലെ തന്നെ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർസാണ് കൊടുത്തേക്കുന്നത്. ഇത് കോക്പിറ്റ് വ്യൂ ഒക്കെ അടിപൊളിയാണ്. പിന്നെ നേരത്തെ പൾസറിൻ്റെ തനതായിട്ടുള്ള ടാങ്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ് ഇതിൻ്റെ ഈ ക്രാഷ് ഗാർഡ്. ഒരു ഉപയോഗവും ഇല്ലാത്തൊരു ക്രാഷ് ഗാർഡാണ് ഇതിലായാലും ഡോമിനാറിലായാലും കൊടുത്തേക്കുന്നത്. ചെറിയൊരു തട്ട് കെട്ടിയാൽ മതി, അതിൻ്റെ മേളത്തെ നട്ട് പൊടിഞ്ഞു പോകും കേട്ടോ. പിന്നെ അത് യൂസേജ് ഇല്ലാത്തൊരു ക്രാഷ് ഗാർഡാണ്. ഒന്ന് കൈ കൊടുത്ത് നോക്കാം. വണ്ടിയൊക്കെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ വണ്ടി പിക്കപ്പ് ആവുന്നുണ്ട് കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചോന്ന് അറിഞ്ഞോളൂ, ഞാൻ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ മൊത്തം ഫുള്ള് ഇങ്ങനെ ഒരു ലാഞ്ചലാണ്. അതെന്തു കൊണ്ടിട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ക് ടയർ ചെറുതായതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് നമ്മളിങ്ങനെ പോകുമ്പോൾ തന്നെ അത്യാവശ്യം ക്രോസ് വിൻസ് അടിക്കുമ്പം വണ്ടി അത്യാവശ്യം ലാറ്റുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ വെയിറ്റ് പറയാൻ വിട്ടു, 160 സംതിങ് ആണ് കേട്ടോ ഈ വണ്ടിയുടെ വെയിറ്റ് വരുന്നത്. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. നമുക്ക് NH-ലൊക്കെ അത്യാവശ്യം പറപ്പിച്ച് പോയാൽ അത്യാവശ്യം സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ ബാക്ക് ടയർ മാറ്റേണ്ടതായിട്ടുണ്ട്. ബാക്ക് ടയർ മാറ്റിയിട്ട് മാത്രമേ നിങ്ങൾ 130-140 കയറാൻ പാടുള്ളൂ. ഇതിപ്പോൾ പുതിയ വണ്ടി ആയതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം ലീനിയറായിട്ടെന്നല്ല, അത്യാവശ്യം നമ്മൾ കൂടുതൽ കൈ കൊടുക്കാതിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ. 120-ന് മേളിൽ നമുക്ക് പുഷ് ചെയ്യാം, പക്ഷേ പുതിയ വണ്ടിയായിട്ട് നമുക്ക് ചെയ്യുന്നില്ല. പിന്നെ ഇതിന് ഇപ്പം ഇതിൻ്റെ ഓണറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന മൈലേജ് എന്ന് പറയുന്നത്
ഒരു 35+ ആണ് കേട്ടോ, ഒരു 38-40 റേഞ്ചിലൊക്കെ കിട്ടുമെന്നാണ് അവൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതാ അവ എടുത്തു കഴിഞ്ഞപ്പം 2 ലക്ഷം അടുപ്പിച്ചായ കേട്ടോ ഓൺ റോഡ് നമുക്ക് പ്രൈസ് വരുന്നത്. കൊല്ലത്തു നിന്നാണ് വണ്ടി പോയി എടുത്തത്. ഇപ്പോൾ 2 ലക്ഷം അടുപ്പിച്ചാണ് ഓൺ റോഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. കോർണർ ചെയ്യുമ്പോൾ അത്ര നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നില്ല കേട്ടോ. അത്യാവശ്യം കിടത്തി എടുക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ ആ ഒരു കോൺഫിഡൻസ് കിട്ടില്ല. സോ ഗൈസ്, അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് ദിസ് ഈസ് മീ JK സൈനിങ് ഓഫ്. ബൈ.